ഒരു കൃപാവരവും ഇല്ലാത്ത ദൈവദാസന്മാർ വന്ന് തലയെ കൈവച്ച് ബന്ധനമാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും അന്യഭാഷ പറയാത്തവനും അന്യഭാഷ പറയും. അപ്പൊ ദൈവമക്കളെ, ഇതൊന്നും അല്ല കുറെ ചറപറ കാര്യങ്ങൾ പറയുന്നതല്ല കാര്യം, ജീവിക്കുന്നതാ കാര്യം. അപ്പോൾ അടുത്ത വീട്ടിലെ ആൾക്കാർ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, നീ പെന്തക്കോസുകാരി അല്ലേടേ, നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പറയാ, ഞാൻ പെന്തക്കോസുകാരിയാണെങ്കിൽ നിനക്കെന്നാടി ചേതം എന്ന് പറഞ്ഞ് ഇങ്ങനെ ചീത്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അങ്ങോട്ട് എന്നെ കണ്ടോണ്ട് ഫാസ്റ്റ് പ്രൈസിലോട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ നിമിഷം അതേ വായിൽ പ്രൈസിലോടാണ്. അപ്പൊ ഞാൻ പിറ്റേ ദിവസം വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പുള്ളിക്കാരത്തെ വിളിച്ചാൽ അത് കയറി, ഞായറാഴ്ച വരുമ്പോൾ സാക്ഷ്യം പറയരുത് കേട്ടോ. അപ്പൊ എന്നോട് ഭാഷ എന്നെ തോന്നിയ ദിവസമായി പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലായോ, നമ്മളിൽ ദൈവാത്മാവാണ് വ്യാപരിക്കുന്നതെങ്കിൽ നമ്മുടെ വായിൽ ദൈവത്തിന് മഹത്വമല്ലാത്തതൊന്നും, ദൈവത്തിന് പ്രതാപത്തിന് ചേരാത്തതൊന്നും, വിശുദ്ധിക്ക് അനുയോജ്യമല്ലാത്തതൊന്നും എന്റെയും നിന്റെയും നാവിൽ വരത്തില്ല. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് അവിടെയുള്ള വിശ്വാസികളോട് പറയുന്നത്, ഈ ലോകത്തിൻ്റെ കാലഗതിയെ അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ ഇന്ന് വ്യാപരിക്കുന്ന ആത്മാവ്. കോരിന്തിലുള്ള വിശ്വാസികളോട് അപ്പോസ്തലൻ പറയുന്നു, അവിടെ 2 ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ അധ്യായത്തിൽ 3-4 വിധത്തിലുള്ള ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. 1 ലോകത്തിൻ്റെ ആത്മാവ്, 2 ദൈവത്തിൻ്റെ ആത്മാവ്. താഴോട്ടുള്ള വാക്യങ്ങളിൽ 2 ആത്മാവിനെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. 3 മനുഷ്യന്റെ ആത്മാവ്, 4 ദുരാത്മാവ്. ഇതിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ഈ 4 ഏതാത്മാവാണ്? ആരും കൈവക്കൊന്നും വേണ്ട, നെഞ്ചത്ത് വെക്കണ്ട. നിങ്ങളോട് തന്നെ ചോദിച്ചാൽ മതി, എന്നിലുള്ളത് ദൈവാത്മാവാണോ, എന്നിലുള്ളത് ലോകത്തിൻ്റെ ആത്മാവാണോ, എന്നിലുള്ളത് മനുഷ്യാത്മാവാണോ, എന്നിലുള്ളത് ദുരാത്മാവാണോ? ഇത് നമ്മൾ സ്വയം ചിന്തിച്ച് ദൈവത്തിന് ഇരിക്കേണ്ട കാര്യമാണ്. എനിക്ക് പലപ്പോഴും ഈ നമ്മുടെ ആരാധനകളൊക്കെ കാണുമ്പോൾ എനിക്ക് സംശയം ഉണ്ടായത്, മറ്റുള്ളവർക്കും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ശരിക്കും നമ്മളിലൊക്കെ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണോ എന്ന ഒരു സംശയം പല സന്ദർഭങ്ങളിലും എന്നെ അലട്ടാറുണ്ട്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്നവർക്ക് ദൈവാത്മാവിൻ്റെ സ്വഭാവമായിരിക്കും. ഈ ദൈവാത്മാവിൻ്റെ വേദപുസ്തകത്തിൽ ഒത്തിരി നാമധേയങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊരു പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാന്നറിയാമോ? പരിശുദ്ധ. അപ്പോൾ ഈ ആത്മാവ് എവിടെ വസിക്കൂ? അപ്പൊ നമ്മളിങ്ങനെയുള്ളവരാണ്. പരിശുദ്ധാത്മാവ് പരിശുദ്ധമാണ്, അതങ്ങനെ ഉള്ളവരിലെ വസിക്കൂ. അപ്പൊ നമ്മളിൽ ഈ ആത്മാവ് ഉണ്ടോ? നമ്മളിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണോ എന്ന് നമ്മൾ ശോധന ചെയ്യണം. അതായത് കുറേ ചെറുപറ ഞാൻ ഞങ്ങളുടെ സഭയിൽ പറയുമ്പോൾ, ഞാൻ പണ്ട് പഴയ സെമിനാരിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം കാലം ചെയ്തു പോയ തിമോത്തിയോസ് മാർ ബസേലിയോസ് തിതിയൻ ബാബ എന്നോടൊരിക്കൽ അദ്ദേഹത്തിൻ്റെ അരമനയിലേക്ക് വിളിപ്പിച്ചിട്ട് ചോദിച്ചു, ജെബി സാറേ, പെന്തക്കോസുകാരൊക്കെ ഒത്തിരി അന്യഭാഷ പറയാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ വീട്ടിൽ ഇദ്ദേഹം സന്ദർശനത്തിന് വേണ്ടി യാദൃശ്ചിക ചെന്നപ്പോൾ, അപ്പോൾ ആ സഭയിലെ പാസ്റ്റർ വീഡിയോ വിസിറ്റിങ്ങിന് അവിടെ വന്ന സമയമാണ്. അപ്പം ഇദ്ദേഹം പ്രാർത്ഥിച്ച് ഇറങ്ങാൻ നേരം സാധാരണ നമ്മൾ ഉപദേശിമാരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ
അന്യഭാഷ പറയും. അപ്പോൾ അദ്ദേഹം ഇത് കേട്ടിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പുരോഹിതന്മാരിൽ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം. അപ്പം ഈ പാസ്റ്റർ പറഞ്ഞ അന്യഭാഷ പേപ്പറിൽ കുറിച്ചെടുത്തിട്ട് എന്നോട് വന്ന് പറയും. ഒന്നാമത്തെ അന്യഭാഷ ചൂടാപാല, 2 കടല കൊടലസിയ. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, തിരുമേനി എനിക്കിപ്പം ഇതിന് മറുപടി പറയാൻ അറിയത്തില്ല, കുറച്ച് സമയം എടുത്ത് ഞാനൊന്ന് നിരീക്ഷണം നടത്തിയിട്ട് പറഞ്ഞാൽ മതിയോ? എത്ര നാൾ വേണേലും എടുത്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ കുറേ നാളെ എൻ്റെ മനസ്സിനകത്ത് ചൂടാപാലായും കടല കൊടലസിയൊക്കെ ഇട്ട് ഇങ്ങനെ ആകെപ്പാടെ ശ്വാസമൊക്കെ മുട്ടി. എനിക്കതുകൊണ്ട് കുറേ നാൾ ഞാൻ അന്യഭാഷ പറയാൻ എനിക്ക് ഇച്ചിരി വിമ്മിഷ്ടമൊക്കെ വന്നു. അതുകൊണ്ട് നമ്മളൊക്കെ ഈ സത്യത്തിൽ അന്യഭാഷ എന്ന് പറയുന്നത് ഒരു ഭാഷയാണ്. പലരും ഈ ഭാഷയാണോ പറയുന്നതെന്ന് നമുക്ക് സംശയം തോന്നാറുണ്ട്. അപ്പം ഞാൻ കുറേ സെർച്ചുകൾ നടത്തി, ഗൂഗിളിനകത്തും പല ബുക്കുകൾക്കകത്തും ഒക്കെ ഇങ്ങനെ പലരോടും, അറിവുള്ള പലരോടും ചോദിച്ചും ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ യാദൃശിക ഇങ്ങനെ നെറ്റിനകത്ത് കയറി ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത്, വിക്കിപീഡിയ ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോൾ ഈ മൊണാസ്ട്രിയൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള മൊണാസ്ട്രിയിലുള്ള ഒരു വിഭാഗത്തെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ചൂടാവാല എന്ന ഒരു പ്രയോഗം ഞാൻ കണ്ടു. അപ്പം എനിക്ക് ആദ്യം പെട്ടെന്ന് ക്ലിക്കായില്ല. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഈ തിരുമേനി എഴുതി തന്ന പേപ്പർ എടുത്ത് ഞാൻ നോക്കിയപ്പോൾ സംഗതി ശരിയാണ്. അപ്പം ഞാനതിൻ്റെ അർത്ഥങ്ങൾ ഇങ്ങനെ പഠിച്ച ഡിക്ഷണറികൾക്കകത്തൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, ഈ സ്തുതി പ്രാപിക്കാൻ നീ മാത്രമാണ് അർഹൻ. ചൂടാപാല. അപ്പൊ ഞാൻ അന്നേരം തന്നെ ഫോൺ എടുത്തിട്ട്, എനിക്ക് തോന്നുന്നു അന്നേരം രാത്രി ഒരു മണിയൊക്കെ കഴിഞ്ഞ് കാണും. ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. എന്തിനാ, അദ്ദേഹം ഉറങ്ങാതിരുന്നത് കൊണ്ട് ആ ഫോൺ എടുത്തിട്ട് എന്നെ ഈ അസമയത്ത് വിളിക്കും. ഞാൻ പറഞ്ഞു, ഒരെണ്ണത്തിന് ഉത്തരം കിട്ടി. അപ്പോൾ നമ്മളൊക്കെ ഈ ഒരു വാക്കൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെടുന്ന പലരും, നമ്മുടെ റണി പാസൊക്കെ പല ഈ നോബൽ പാസും ഈ ദേവദാസന്മാരൊക്കെ പല വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എനിക്കൊരു വാക്കേ ഉള്ളല്ലോ എന്നിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടണ്ട. നിങ്ങൾ പറയുന്ന ഭാഷയൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ കരങ്ങളിലോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിലുള്ള അല്ലെങ്കിൽ മറ്റു ഡിക്ഷണറികളിലോ ഒന്നും നിങ്ങൾ കണ്ടെത്താത്ത വാക്കുകളാണെങ്കിലും നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ട കാര്യമില്ല. ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് സ്തോത്രമെന്നായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് മഹത്വമെന്നായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് രക്തത്താൽ ജയമെന്നായിരിക്കാം. ഇതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല പറയുന്നത്. പക്ഷെ നിങ്ങൾ അറിഞ്ഞോ അറിയാതോ പറയുന്നതാണെങ്കിലും നിങ്ങളിൽ ദൈവാത്മാവാണ് വ്യാപരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഭാഷയ്ക്കൊരർത്ഥം ഉണ്ടാകും. നിങ്ങളിൽ ദുരാത്മാവാണ് പറയുന്നതെങ്കിൽ അതിനും ഒരർത്ഥം ഉണ്ടാകും. ദൈവാത്മാവ് നിങ്ങളെ കൊണ്ട് പറയിക്കുന്നതെങ്കിൽ അത് ദൈവത്തിന്റെ മഹത്വത്തെയാണ് നിങ്ങൾ പറയുന്നത്. ദുരാത്മാവാണ് നിങ്ങളിൽ വ്യാപരിക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ അർത്ഥശൂന്യമായതായിരിക്കാം പറയുന്നത്. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഞാൻ പണ്ട് നിലമ്പൂർ ഏരിയയിലായിരുന്നു. 1996 തൊട്ട് 2002 വരെയുള്ള കാലഘട്ടത്തിൽ. അവിടെ ഞാനൊരു ദിവസം വിസിറ്റിങ്ങിന് എൻ്റെ ഒരു വിശ്വാസിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ വീട്ടിൻ്റെ ഹോളിംഗ് ബെല്ലടിച്ചിട്ട് ആരും വന്ന് കഥ പറഞ്ഞില്ല. അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിൽ ആരും കാണത്തില്ലായിരിക്കും എന്നിങ്ങോട്ട് തിരിച്ച് വണ്ടിയുടെ ഡോറ് തുറന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നാമ്പുറത്ത് നിന്ന് ആ വീട്ടിലെ സഹോദരിയുടെ വർത്താനം കേട്ടു. പെട്ടെന്ന് ഞാൻ ആ വീടിൻ്റെ പുറകിൽ അടുക്കള വശത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത വീട്ടിലെ സഹോദരിയുമായിട്ട് നല്ല ഒന്നാം തരം, ഞാൻ ഇന്ന് വരെ അങ്ങനെ ഒരു പ്രയോഗം കേട്ടിട്ടോ, അതുപോലെ ഇങ്ങനെ ചീത്ത പറഞ്ഞിങ്ങനെ ഇരിക്കുക. അപ്പോൾ അടുത്ത വീട്ടിലെ ആൾക്കാർ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, നീ പെന്തക്കോസുകാരി അല്ലേടേ, നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പറയാ, ഞാൻ പെന്തക്കോസുകാരിയാണെങ്കിൽ നിനക്കെന്നാടി ചേതം
എന്ന് പറഞ്ഞ് ഇങ്ങനെ ചീത്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അങ്ങോട്ട് എന്നെ കണ്ടോണ്ട് ആ പാസ്റ്റർ പ്രൈസിലോട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ നിമിഷം അതേ വായിൽ പ്രൈസിലോട്. അപ്പൊ ഞാൻ പിറ്റേ ദിവസം വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പുള്ളിക്കാരത്തെ വിളിച്ചാൽ അത് കയറി ഞായറാഴ്ച വരുമ്പോൾ സാക്ഷ്യം പറയരുത് കേട്ടോ. അപ്പൊ എന്നോട് പാസ്റ്റർ എന്നെ തോന്നിയ ദിവസമായി പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലായോ, നമ്മളിൽ ദൈവാത്മാവാണ് വ്യാപരിക്കുന്നതെങ്കിൽ നമ്മുടെ വായിൽ ദൈവത്തിന് മഹത്വമല്ലാത്തതൊന്നും, ദൈവത്തിന് പ്രതാപത്തിന് ചേരാത്തതൊന്നും, വിശുദ്ധിക്ക് അനുയോജ്യമല്ലാത്തതൊന്നും എന്റെയും നിന്റെയും നാവിൽ വരത്തില്ല. അപ്പം ദൈവത്തിലുള്ളത് ആരാഞ്ഞറിയാൻ, ദൈവത്തിന്റെ ഹൃദയത്തിലുള്ളത് ആരാഞ്ഞറിയാൻ നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിന് കഴിയും. ലോകത്തിന്റെ ആത്മാവാണ് നമ്മിൽ വസിക്കുന്നതെങ്കിൽ, നമ്മളിൽ പിശാചിന്റെ ആത്മാവാ വസിക്കുന്നതെങ്കിൽ പിശാചിന്റെ ഹൃദയത്തിലുള്ളത് നമ്മുടെ ആധാരത്തിൽ വരികയുള്ളൂ. അതുകൊണ്ടാണ് ഈ പല സഭകളിലും ആരാധനയൊക്കെ കഴിയുമ്പോൾ അന്യോന്യം കഴുത്തിന് പിടിക്കുന്നതും, മുണ്ടു വലിച്ചു പറിക്കുന്നതും, ഉടുപ്പ് കീറുന്നതും, കഴുത്തിന് പിടിക്കുന്നതും, തല്ലുന്നതും, അന്യായ ഭാഷ പറയുന്നതൊക്കെ. അപ്പോൾ അന്യഭാഷ പറയുന്ന ദൈവത്തിന്റെ മക്കളുടെ നാവിൽ ഒരിക്കലും അന്യായമായ ഭാഷകൾ വരാൻ പാടില്ല. കാരണം വേദപുസ്തകം പറയുന്നത് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അപ്പം ദൈവം വിശുദ്ധനാണ്, ദൈവത്തിന്റെ ആത്മാവ് വിശുദ്ധരിലെ വസിക്കൂ. അപ്പം നമ്മൾ ദൈവസന്നിധി വന്നിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കണം, ദൈവസന്നിധി നമ്മൾ സ്വയം ചോദിക്കണം, ദൈവമേ ഞാൻ വിശുദ്ധനാണോ? അങ്ങനെ ശോധന ചെയ്ത് അരുതായ്മ എന്തെങ്കിലും നമ്മളിൽ ഉണ്ടെങ്കിൽ അതിന് ക്രമീകരണം വരുത്തിയേ നമ്മൾ ആരാധിക്കാനിരിക്കാവും. നിങ്ങളുണ്ട് പണ്ട് എൻ്റെയൊക്കെ ചെറിയ ബാല്യപ്രായത്തിൽ സമായോഗം തുടങ്ങുന്നതിന് ഒരു 10-15 മിനിറ്റ് മുമ്പ് വിശ്വാസികൾക്ക് വരും. അന്ന് ഇതേപോലെ ചെയറൊന്നുമില്ല. വന്ന ഉടനെ ബൈബിൾ താഴെ വെച്ചു, മുട്ടുകുത്തി ഒരു 10-15 മിനിറ്റ് ശുദ്ധീകരണ പ്രാർത്ഥനയാണ്. ആ ശുദ്ധീകരണ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ആരാധനയുള്ളൂ. അന്നത്തെ ആരാധന കാണുമ്പോൾ പനിച്ചു തുള്ളി വരുന്ന ആൾക്കാരും സൗഖ്യം പ്രാപിച്ച പോകുന്നത്. നിവർന്നു നിൽക്കാൻ കഴിയാതെ നടുവേദനയുമായി ആരാധനയ്ക്ക് വരുന്നവൻ നടുവേദന മാറിയാ പോകുന്നത്. ഏത് രോഗവുമായി ആരാധനയിൽ പങ്കെടുക്കുന്നോ ആ വ്യക്തികളൊക്കെ രോഗം മാറി ബലത്തോടും ചൈതന്യത്തോടും ആരോഗ്യത്തോടും കൂടെ പോകുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെയൊക്കെ ആരാധനാലയത്തിൽ ഒരു ആരാധന കഴിയുമ്പോൾ, ഒരു നന്നായിട്ട് കൈയെടുത്തൊന്ന് പാട്ട് പാടി കഴിയുമ്പോൾ എല്ലാവരും ഇവിടെ ഞെക്കാൻ തുടങ്ങും. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ നടുവിനെ കൈവച്ച് ഇങ്ങനെ വെക്കാം. പിന്നെ ഇങ്ങനെ ഒരു വീശൊക്കെ കാണും. കാരണം ശരീരം ബലഹീനമായി, ആരാധന കഴിഞ്ഞപ്പോൾ ശരീരം ബലഹീനമായി. ശരീരത്തെ അവിടെ ഇവിടെയും മറഞ്ഞു കിടക്കുന്ന രോഗങ്ങളും വേദനകളും വെളിപ്പെട്ടു വരാൻ തുടങ്ങി. അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ആരാധനകളിലോ വ്യക്തികളിലോ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നീ ഉടൻ തിരിച്ചറിഞ്ഞു കൊള്ളണം, നിന്നിൽ വ്യാപരിക്കുന്നത് ദൈവാത്മാവല്ലെന്ന്. അപ്പൊ പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് ആരാധന കഴിയുമ്പോൾ രോഗശാന്തി ഉണ്ടാകും. ആരാധന കഴിയുമ്പോൾ രോഗത്തോടുകൂടിയാണ് നീ പോകുന്നതെങ്കിൽ നിന്നിൽ ദൈവാത്മാവില്ലെന്നത് പരമാർത്ഥ സത്യമാണ്. അപ്പോ ദൈവാത്മാവ് നമ്മളിൽ വ്യാപരിക്കുമ്പോൾ ദൈവശക്തിയാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്. ആ ദൈവശക്തി നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ രോഗങ്ങളൊക്കെ മാറും. ഞാൻ സാധാരണ എൻ്റെ സഭ വിശ്വാസികളോട് പറയാറുണ്ട്, നമ്മൾ പെന്തക്കോസ്തുകാരൊക്കെ ആരാധിക്കുമ്പോൾ എങ്ങനെയാ നമ്മൾ ആരാധിക്കുന്നത്? പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ആരാധിക്കുന്നത് മുകളിലോട്ട് പൊങ്ങും, താഴോട്ട് താഴും, താഴോട്ട് ചാടും, മുകളിലോട്ട് പോകും. ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? നിങ്ങൾക്കറിയത്തില്ലല്ലോ അല്ലേ? നമ്മളിങ്ങനെ ഞടിക്കുന്നല്ലേ ഉള്ളൂ. ഈ കുഞ്ഞുങ്ങള് ഇതിന്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കൈയുടെ വേഗതയും അടിയുടെ വേഗതയും ശബ്ദവും ഉയരുന്നതല്ലാതെ ഇരിക്കുന്നിടത്ത് നിന്ന് നമ്മൾ പൊങ്ങുന്നുണ്ടോ? പണ്ട് ദൈവമക്കൾ ദൈവത്തെ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുമ്പോൾ ഇരിക്കുന്ന ഇടത്ത് നിന്നും പൊങ്ങുമായിരുന്നു അല്ലേ? അതുകൊണ്ട് പണ്ട് പെന്തക്കോസ് പിള്ളേരെയും പെന്തക്കോസുകാരെയൊക്കെ കാണുമ്പോൾ അയൽവക്കക്കാരും സ്കൂളിലെ സഹപാഠികളൊക്കെ പറയുന്നത് പെന്തക്കോസ് ചേരണം, കപ്പയും മീനും തിന്നണം, പിന്നെ വാട്സാപ്പിനാരും പോസ്റ്റ് ചെയ്യരുത്. ഞാനിപ്പോ പറയുന്നത് ചന്തിയിട്ട് ഞാൻ ചെയ്തു തന്നെയല്ലേ പറഞ്ഞേ. പെന്തക്കോസ് ചേരണം,
കപ്പയും മീനും തിന്നണം. ഇത് മാത്രം നമുക്കില്ല അല്ലേ? എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ മുകളിലോട്ടും താഴോട്ടും പൊങ്ങാൻ കഴിയുന്നത്? നിങ്ങൾ വേണ്ട റബ്ബർ പന്ത് താഴെ എറിഞ്ഞാൽ മുകളിലോട്ട് വരികയല്ലേ? എന്തുകൊണ്ടാ? അതിനകത്തൊരു വായുവുണ്ട്. നമ്മുടെ അകത്ത് ഒരു വായുവുണ്ട്. നമ്മുടെ അകത്ത് ഒരാത്മാവുണ്ട്. ഈ ജഡപരമായ ഈ ജഡീക ശരീരത്തിൽ ഉയരത്തിലെ വിണ്ണിലെ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുമ്പോൾ ആ വിണ്ണിലെ ആത്മാവ് ഈ മൺ ശരീരത്തിലേക്ക്, ഈ ജഡത്തിലേക്ക് വന്നിട്ട് ജഡത്തോട്, നമ്മളിലുള്ള ആത്മാവിനോട്, മനുഷ്യാത്മാവിനോട് പറയും, നീ ഇവിടെ കിടക്കാനുള്ളതല്ല. ഇവിടെ രോഗമുണ്ട്, ഇവിടെ പീഡയുണ്ട്, ഇവിടെ പരിഹാസമുണ്ട്, ഇവിടെ ലജ്ജയുണ്ട്, ഇവിടെ നിന്ദയുണ്ട്, ഇവിടെ കണ്ണുനീരുണ്ട്, ഇവിടെ പ്രയാസങ്ങളുണ്ട്, ഇവിടെ കഷ്ടതയുണ്ട്. ഇതൊന്നും ഇല്ലാത്തയിടത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാം. ആത്മാവ് വന്ന ഈ ജഡത്തോട് പറയുന്നു, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങുമ്പോ ജഡം പറയും, ഇപ്പൊ പോകാൻ സമയമായില്ല. വീടുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കപ്പെട്ടില്ല, മകളുടെ കല്യാണം ഉറപ്പിച്ചു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇനിയും ക്രമീകരിക്കാനുണ്ട്, ഇവിടുത്തെ സുഖ സൗകര്യങ്ങൾ ഇനിയും അനുഭവിക്കാനുണ്ട്, അതുകൊണ്ട് ഇവിടെ കിടക്കാം. ഉടനെ താഴോട്ട് വരുന്നു. ആത്മാ പറയുന്നു, നമുക്ക് പോകാം, വീട്ടിലേക്ക് പോകാം. മുകളിലോട്ട് വീണ്ടും പൊങ്ങുന്നു. ശരീരം പറയുന്നു, ഇവിടെ കിടക്കാം. ഈ പ്രതിമാസമാണ് ആരാധന സംഭവിക്കുന്നത്. ഇതാണ് നമ്മെ തുള്ളിക്കുന്നത്. ഈ തുള്ളൽ ഇന്ന് നമുക്കില്ല. നമ്മുടെ ആഗ്രഹം എന്നാ? ഇവിടെ മതി, ഇവിടെ മതി. നമ്മൾ ഇവിടം കൊണ്ടൊക്കെ തൃപ്തരാ. നിങ്ങളിൽ എത്ര പേര് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങ് മുകളിലോട്ട് പോയാൽ മതിയെന്ന്? അല്ലേ? പാട്ടുകാരൻ പാടിയിട്ട്, പിന്നീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും, കണ്ണു നീ അന്നു മാറും. നമുക്ക് നമ്മുടെ ആഗ്രഹം എന്നാ? നമ്മുടെ ആഗ്രഹം ഇവിടെ മതി. എന്നോട് ഈ ഒരിക്കൽ ഞാൻ ഒരിടത്ത് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് അവിടെ നിന്ന് പറഞ്ഞു, പക്ഷെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. നമുക്കൊക്കെ പണ്ട് നമ്മുടെയൊക്കെ ആഗ്രഹം ലോകമല്ലായിരുന്നു. നമ്മുടെ ആഗ്രഹം നിത്യതയായിരുന്നു. നിത്യതയെക്കുറിച്ചുള്ള ചിന്തയല്ലാതെ ഒന്നും നമ്മുടെ അകത്തില്ലായിരുന്നു, നമ്മുടെ സഭകളില്ലായിരുന്നു. ഇന്ന് സഭകളിലെ പ്രസംഗമൊക്കെ എന്നാ? ഞാനൊക്കെ ഇങ്ങനെ പലപ്പോഴും എന്നോട് തന്നെ ഞാൻ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ കുറ്റം പിരിക്കുക, പിന്നെ ഈ എന്നോട് ചോദിക്കാറുണ്ട്, കർത്താവിൻ്റെ ഒക്കെ വരവിനെ കുറിച്ച് നമ്മുടെ സഭകളിലൊക്കെ ആരാ പ്രസംഗിക്കുന്നത്? അത് കേൾക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? കർത്താവിന്റെ വരവിനെ കുറിച്ചൊക്കെ പ്രസംഗിച്ചാൽ, വിശുദ്ധിയെക്കുറിച്ചോ വേർപാടിനെ കുറിച്ചോ ഒരുക്കത്തെക്കുറിച്ചോ ഒക്കെ പ്രസംഗിച്ചാൽ ഒരുത്തരു സ്തോത്രം പറയത്തില്ല. കുറെ പ്രോസ്പിരിറ്റിക്കലായ സമൃദ്ധിയെക്കുറിച്ച്, കഷ്ടതയിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ച്, ഭൗതിക ഉയർച്ചയെക്കുറിച്ച്, നന്മ പ്രാപിക്കുന്നതിനെ കുറിച്ച്, രോഗസൗഖ്യത്തെക്കുറിച്ച് ഒക്കെ പ്രസംഗിച്ചാൽ നിങ്ങളൊക്കെ നിലം തൊടാതെ ആരാധിക്കും. ഒരു കൃപാവരവും ഇല്ലാത്ത ദൈവദാസന്മാര് വന്ന് തലയെ കൈവച്ച് ബന്ധനമാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും അന്യഭാഷ പറയാത്തവനും അന്യഭാഷ പറയും. അപ്പൊ ദൈവമക്കളെ, ഇതൊന്നും അല്ല കുറെ ചറപറ കാര്യങ്ങൾ പറയുന്നതല്ല കാര്യം, ജീവിക്കുന്നതാ കാര്യം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കുകയല്ല, നീ അന്യഭാഷ പറഞ്ഞോ ഭൂമിയിലെന്ന്. ഒരിക്കലും കർത്താവ് ചോദിക്കത്തില്ല. ഞാൻ കഴിഞ്ഞ സൺഡേ എൻ്റെ സഭയിൽ പറഞ്ഞു, കർത്താവ് വന്നു, പാസ്റ്റർമാരെയും വിശ്വാസികളൊക്കെ എടുക്കപ്പെട്ടു. കുറെ പാസ്റ്റർമാരുടെ പേര് ജീവപുസ്തകത്തിൽ, പ്രസംഗകരുടെ പേര് ജീവപുസ്തകത്തിൽ ഇല്ല. പിന്നിൽ നിന്നവരൊക്കെ മുന്നിൽ കയറി നിത്യതയിലേക്ക് പോയപ്പോ പേര് വിളിക്കാത്തവൻ പേര് വിളിക്കുന്നവനോട് ചോദിച്ചു, എന്റെ പേരെന്നാ വിളിക്കാഞ്ഞേ? അന്നേരം ദൂതൻ പറഞ്ഞു, നിന്റെ പേര് ഈ പുസ്തകത്തിനകത്ത് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. അന്നേരം ആ പ്രഭാഷകൻ, ആ രോഗശാന്തി ശുശ്രൂഷകൻ, ആ പ്രവാചകൻ, സ്പെഷ്യലിസ്റ്റ് പറഞ്ഞു, നിന്റെ നാമത്തിൽ
ഞാൻ ഭൂതത്തെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞാൻ രോഗികളെ സൗഖ്യമാക്കി, നിന്റെ നാമത്തിൽ ഞാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. അപ്പൊ ദൂതൻ പറഞ്ഞു, അധർമ്മം പ്രവർത്തിക്കുന്നവനെ എന്നെ വിട്ട് ഇവിടം വിട്ട് പൊക്കോളാൻ. അങ്ങനെയാ പുരാതന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ. അധർമ്മം പ്രവർത്തിക്കുന്നവനെ നീ ഇവിടം വിട്ടു പോ, ഞാൻ നിന്നെ ഒരു നാളും. അപ്പൊ ഈ ചെയ്തതൊക്കെ എങ്ങനെയാ? ആരാ ചെയ്തത്? അപ്പൊ ദൈവമക്കളെ ഒത്തിരി അത്ഭുതങ്ങളൊന്നും ചെയ്യുന്നതല്ല. ഇതൊന്നും ചെയ്തേനെ അങ്ങ് പോകാൻ പറ്റുമെന്നൊന്നും നിർബന്ധമില്ല. ജീവിതമില്ലെങ്കിൽ അല്ലെ പാട്ടുകാരൻ പറയുന്നതാണ്, പറന്നിടുമേ ഞാനും. പക്ഷെ എല്ലാരും മറന്നു പോകുമ്പോ മോളിച്ച് മച്ചിൽ ചെന്നിടിച്ച് താഴോട്ട് വരുമ്പം അവൻ പാടും, കത്തിയിടുമേ ഞാനും. ദൈവമക്കളെ, നമ്മളൊക്കെ പറക്കാനുള്ളവരാ, നമ്മളൊക്കെ പറന്നു പോകാനുള്ളവരാ, കറങ്ങാനുള്ളവരല്ല. ഈ പോക്കു നീ പോയാൽ, നീ ഇപ്പോൾ പോകുന്ന വഴിയിലൂടെ നീ മുമ്പോട്ട് യാത്ര ചെയ്താൽ, നീ ഇവിടെ കിടന്ന് കറങ്ങുകയല്ലാതെ ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് നീ എത്തത്തില്ല. അതുകൊണ്ട് പിശാച് നിന്നെ കണ്ണു കെട്ടിയിട്ടുണ്ടെങ്കിൽ, പിശാച് നിന്നെ അന്ധതയിലേക്ക് നടത്തുന്നുണ്ടെങ്കിൽ, നീ തിരിഞ്ഞു വന്ന് മുട്ടുമടക്കി ദൈവത്തോട് മാപ്പപേക്ഷിച്ച് ഹൃദയം തുറന്ന് ദൈവത്തോട് നിലവിളിക്കാൻ തയ്യാറായാൽ അവൻ നിന്നെ കണ്ണിന്റെ കെട്ടഴിക്കും. സങ്കീർത്തനക്കാരൻ പറയുന്നു കേട്ടോ, ഞാൻ നടക്കേണ്ടുന്ന വഴി നീ എനിക്ക് കാണിച്ചു തരും. നടക്കേണ്ടുന്ന വഴി. അപ്പൊ നടക്കുന്ന എങ്ങനെയാ? ഇപ്പൊ നിങ്ങൾ പോകുന്ന ഈ വഴിയിലൂടെ പോയാൽ നിങ്ങൾ എവിടെ എത്തും? നിങ്ങളും ചോദിച്ചേ, ഇപ്പോൾ ഞാൻ പോകുന്ന വഴിയെ പോയാൽ എന്റെ യാത്രയുടെ അന്ത്യം എവിടെയാ? നിത്യതയാണോ? നിത്യതയിൽ ഈ വഴിയിൽ ഞാൻ യാത്ര ചെയ്ത് നിത്യതയിൽ എത്തുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ, കരളുറപ്പുള്ള ദൈവമക്കൾ കൈ ഉയർത്തിയുടെ സ്വതന്ത്രം പറയാവോ? നമ്മൾ വാ തുറന്നാൽ ദൈവത്തെ സ്തുതിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരുടെ കുറ്റമല്ല പറയുന്നേ, മറ്റുള്ളവരുടെ കുറ്റം, അയൽവക്കക്കാരന്റെ കുറ്റം. ഇനി നോക്കി, നമ്മുടെ വീട്ടിലുള്ളവരോട് നമ്മൾ എങ്ങനെയാ സംസാരിക്കുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവമക്കളെ, നല്ല മനസംതൃപ്തിയോടെ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? നല്ല സംതൃപ്തിയോടെ, ഐക്യതയോടെ കുടുംബാരാധന നടത്തുന്ന എത്ര ദൈവമക്കൾ ഈ ഹോളിനകത്ത് വന്നിരിക്കുന്നുണ്ട്? കുടുംബത്തിനകത്തെ പ്രാർത്ഥന ഐക്യതയിലല്ലെങ്കിൽ നീ എങ്ങനെയാണ് നിത്യതയിലെത്തുന്നത്? നിന്റെ കുടുംബത്തിനകത്ത് ഒത്തൊരുമയോടുകൂടെ ദൈവത്തെ ആരാധിപ്പാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നീ എങ്ങനെ നിത്യതയിൽ പോകും? കുടുംബത്തിൽ ഐക്യതയില്ലാത്തവന് സഭയ്ക്കകത്ത് വന്ന് എങ്ങനെ ഐക്യതയിലിരിപ്പാൻ കഴിയും? നമ്മളൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും പ്രൈസ് ദി ലോർഡ് കൊടുക്കും അല്ലേ? അതിപ്പോ ഒരു ദിനചര്യയായി അങ്ങ് മാറി, അതൊരു നിരന്തര പ്രാക്ടീസായിട്ട് അങ്ങ് മാറി. ആരാർക്ക കൈ കൊടുക്കണ്ടേ? കൈ കൊടുക്കണ്ടേ? പ്രവാചകൻ പറയുന്നുണ്ട്, എന്റെ ഹൃദയം നിന്റെ ഹൃദയവുമായി ഒത്തിരിക്കുന്നെങ്കിൽ കൈകൊട്. അങ്ങനെ ഒരു മനസ്സോട് പ്രൈസിനോട് കൊടുക്കുന്ന എത്ര ദൈവദാസന്മാരുണ്ട്, എത്ര ദൈവമക്കളുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ്, ഈ സാധാരണ ഈ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഒരു അക്ഷരമുണ്ട് അല്ലേ? ഞാൻ ഈ ഇടയ്ക്ക് ഞങ്ങളുടെ സഭയിൽ ഈ ആൽഫബറ്റിനെ കുറിച്ച് ഇങ്ങനെ പ്രസംഗിക്കാറുണ്ട്. ഒരു സി വടക്കോട്ടാണെങ്കിൽ മറ്റൊരു സി അങ്ങോട്ടും ഒരു സി, ഇങ്ങോട്ടും ഒരു സി. പണ്ട് കോളാമ്പിയൊക്കെ കെട്ടുന്ന പോലെ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ ഫേസ് ടു ഫേസ് ആയിട്ട്. എപ്പോഴിത് ഫേസ് ടു ഫേസ് ആകുമോ?
ഞാൻ ഇനി അതിൻ്റെ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളൊക്കെ പറയാൻ പറ്റും. എപ്പോഴും സമയം തീർന്നു. എപ്പോഴിത് ഫേസ് ടു ഫേസ് ആകുമോ, എപ്പോഴിത് മുഖാമുഖം എത്തിച്ചേരുമോ, അവിടെ കൃപ വ്യാപരിക്കത്തുള്ളൂ. എക്സിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. എക്സിറ്റ് എന്ന് പറഞ്ഞ എന്നാ? വെളിയിൽ പോകാൻ. നീ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ എവിടെ പോകൂ? ഈ ഫേസ് ടു ഫേസ്, ഈ തെക്കോട്ടും വടക്കോട്ടും ഇരിക്കുന്ന സി തിരിച്ചു വെച്ചാൽ ഏതക്ഷരാ വരുന്നേ? നിങ്ങളുടെ സഭയിലെ പാസ്റ്റർ നാളെ സഭയെ പ്രസംഗിച്ചോളൂ. ഏതക്ഷരാ? അത് തന്നെ. അപ്പോൾ ഞാൻ ഈ വാക്യത്തെക്കുറിച്ചൊന്നും പറയാൻ നമുക്ക് സമയം കിട്ടിയില്ല, പോട്ടെ. അപ്പം നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവാണ് വസിക്കുന്നതെങ്കിൽ ലോകത്തിൽ നിന്ന് നമ്മൾ അകന്ന് ജീവിക്കും. ലോകത്തോട് ഒരിക്കലും ഇടകലരത്തില്ല. ലോകത്തോട് ഒരിക്കലും നമ്മൾ അനുരൂപരാകത്തില്ല. ലോകം നമുക്ക് അനുകൂലമല്ല. ഈ ലോകത്തിന് ഒരു അധികാരിയുണ്ട്. ആ പിശാചിന്റെ അനുവർത്തിയായി നീ ജീവിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കരുത്. ആ പിശാചിന്റെ, ഈ ലോകത്തിന്റെ അധികാരിയായ പിശാചിനെ അനുകരിച്ച് ജീവിക്കാൻ നീ ഒരിക്കലും ആഗ്രഹിക്കരുത്. പിന്നെ ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച്, ലോകത്തിന്റെ ഒഴുക്കിനനുസരിച്ച് നീ ഒരിക്കലും ഒഴുകിപ്പോകാൻ ഇടയാകരുത്. അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, ഈ കാലങ്ങളെക്കുറിച്ചും കാലാതീതനെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ. നിങ്ങൾ ഈ മലയാളം കലണ്ടറിനകത്ത് മലയാള മാസത്തിന് അല്ലേ എത്ര നക്ഷത്രങ്ങളുണ്ട്? ഇംഗ്ലീഷ് കലണ്ടർ നിങ്ങൾ കണ്ടിട്ടില്ലേ? 28 നക്ഷത്രങ്ങളുണ്ട്. 28 നക്ഷത്രങ്ങൾ അല്ലേ? അശ്വതിയിൽ തുടങ്ങി രേവതിയിൽ അവസാനിക്കുന്ന ഇപ്പൊ പിടികിട്ടി അല്ലേ? നിങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോഴും ഏതിന്റെ ബന്ധനത്തിലാണ് കിടക്കുന്നത്? എനിക്കതൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്, സമയമില്ല നമുക്ക്. 28 നക്ഷത്രങ്ങളുണ്ട്. 28 നക്ഷത്രത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്, അതിൻ്റെതായ ബന്ധനങ്ങളുണ്ട്. ആ ബന്ധനങ്ങളിൽ കിടക്കുന്നവരാ പല ബന്ധുക്കോസുകാരും. രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ വന്ന ദൈവമക്കൾക്ക് ഒറ്റ നക്ഷത്രമേ ഉള്ളൂ. മലാക്കയുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് നീതി സൂര്യനാണ്. പത്രോസിന്റെ ഭാഷ, യാക്കോബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉദിച്ചുയരുന്ന ഉദയനക്ഷത്രമാണ്. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ നീതി സൂര്യനും ഉദിച്ചുയരുന്ന നക്ഷത്രവും കൂടെ കൂട്ടി പറഞ്ഞാൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ വന്ന ദൈവമക്കൾക്ക് ഒറ്റ നക്ഷത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് നക്ഷത്ര ബന്ധനമല്ല, നമുക്ക് നക്ഷത്ര തിളക്കമാണ്. അത് ക്രിസ്തുവിന്റെ തിളക്കമായിരിക്കണം. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.